ഇവിടെ ഭയങ്കര ബഹളം, പാക്കിംഗ് നടക്കുവാണ്. ഇപ്പുറത്ത് വെക്കുക ഈ എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ടോയ്ലറ്റിൽ പോകുന്ന ടിഷ്യൂ പേപ്പറോ മൂന്നെന്ന് പറഞ്ഞിട്ട് എന്നെയും ചിപ്പിനെയാണ് ഒരു റൂമിലിട്ടേക്കുന്നത്. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ബഹളം, പാക്കിംഗ് നടക്കുവാണ്. ഈ വ്ളോഗിൽ ഫുൾ പാക്കിങ്ങും എയർപോർട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഇടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു റൂമിൽ ഞാനും ആശാനും, ഒരു റൂമിൽ ചിപ്പിയും വിഷ്ണു. പാക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല, കുറേ ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ ഫ്ലൈറ്റിന് ടൈം 11:50 ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 എത്തണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം എന്തായാലും 4 ആയി. ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും നിക്കുണ്ട്. ഹലോ ചിപ്പി. അവരും പാക്കിംഗ് ഒന്നും ആയിട്ടില്ല. ഞങ്ങളുടെ പാക്കിംഗ് ദാ ഇങ്ങനെ കിടക്കുവാണ്. അയ്യോ അതേ കണ്ടില്ലേ, പ്രൈസ് ടാഗ്സ് എല്ലാം ഇട്ടേക്കുന്നത്. സ്റ്റുഡിയോ മുതൽ H&M വരെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നല്ല ബെസ്റ്റ് ആയിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അടുത്ത് പോയിട്ടാണ് കോസ്റ്റ്യൂം. നമുക്ക് പാക്ക് ചെയ്യാം. അശട കമോൺ. ചിപ്പി മൂഡ് ചിപ്പിക്ക് എല്ലാം ഭ്രാന്തെടുക്കുവാണ് പാക്ക് ചെയ്യാനും എല്ലാം. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ലേറ്റ് ആയി. അപ്പൊ അവളുടെ കംപ്ലീറ്റ് മൂവിൽ പോയിരിക്കാം. നിക്ക് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒത്തിരി സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കാണിക്കാം. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കാം. സ്നാക്സ് പോകുന്ന വഴിക്ക് എത്രയും കഴിക്കാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങി. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് കഴിക്കണം, അല്ലെങ്കിൽ കേടായി പോകും. ഈ പെട്ടിയിൽ ഇനി അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടൊന്നും ഇതാക്കാം. ഒരു സ്നാക്സ് കട തുടങ്ങാനുള്ളതുണ്ടെന്നാണ് തോന്നുന്നത്. വീടിൻ്റെ ഇപ്പം കുടിക്കാം. അവരും വാങ്ങി ഞങ്ങളും വാങ്ങി, ഒരുമിച്ച് തന്നെ പോയി വാങ്ങി. എന്നാലും വാങ്ങി. ചിപ്പി ചിപ്പി ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വരുമോ? അപ്പൊ കുറച്ച് ഇത് നോക്കിയാണ്. ഇതെന്താ ഇത്? ഇത് നിറയുന്നതാണ്. അല്ലാതെ കയറ്റാൻ പറ്റില്ല, മിക്സ് ചെയ്ത് കയറ്റാന്ന് വിചാരിച്ചാൽ എല്ലാം കൂടെ പൊടിഞ്ഞില്ലാതെ. തൊപ്പിയൊക്കെ ആണെങ്കിൽ ഞാൻ പിടിച്ചോളാം. എന്റെ മറ്റേ ബാഗുണ്ട്, ആശിഷിന്റെ ലാപ്ടോപ്പ് എടുത്താലും അതൊക്കെ ഊരി അവിടെ വെക്കേണ്ടി വരും. അപ്പോൾ ഇതാ സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്തിട്ട് അടുത്ത ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോവാണ്. ഒത്തിരി ഡ്രസ്സസ് വാങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആശയുടെ വാങ്ങി വന്നപ്പോൾ എത്ര ഉണ്ടെന്ന് പറയാം. 1 2 3 4 5 6 7 8 9 10 11 12 13 ഡ്രസ്. ഞാൻ അപ്പോഴേ പറഞ്ഞു കേൾക്കണം. ലാസ്റ്റ് ഇന്ന് H&M പോയപ്പോൾ ഒരെണ്ണം കൂടെ. അപ്പൊ ഞാൻ ഇതിന് കോംബോ ഡ്രസ്സ് ഏതൊക്കെയുണ്ട്. ഞങ്ങൾ കോംബോ പോലെ കോമ്പിനേഷൻ മാച്ചിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാന്നാ വിചാരിക്കുന്നത്. അങ്ങനെ എടുക്കാം. കോമ്പിനേഷൻ കാണത്തില്ല, ഇത്രയും കോമ്പിനേഷൻ എനിക്ക് കാണില്ല. കാരണം ഇത്രയും ഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ടില്ല. ആശാനല്ലേ പറഞ്ഞു എനിക്ക് മാത്രമേ വാങ്ങിയോളൂ, എനിക്കൊന്നും എടുത്തില്ല, ആശാനൊന്നും എടുത്തില്ല, ഞാൻ മാത്രമേ വാങ്ങിയോളൂ. ഇതിപ്പോ കാണാം. ആ ഷർട്ട് വേണ്ട, അപ്പൊ എടുക്കണ്ട അല്ലേ? എടുക്കണ്ട. അപ്പൊ ഇന്ന് എയർപോർട്ടിൽ ഏതിനാന്ന് നിന്റെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ കോംബോ പോലെ ഡ്രസ്സ് വെക്കാന്നാ വിചാരിക്കുന്നത്. ഇത് ആശാൻ്റെ ആണ്, ബ്ലൂ ഷർട്ട്. ഇത് ഞാനപ്പോൾ അതിൻ്റെ കൂടെ ഇത് ഇങ്ങനെ വെക്കാന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു കോംബോ. പിന്നെ അത് ഇങ്ങനെ ആശാൻ്റെ ഫ്ലോറൽ. അപ്പം ഫ്ലോറൽ ഷർട്ട്, ഞാൻ ഫ്ലോറൽ ഫ്രോക്ക്. അങ്ങനെ ഞാൻ ബ്ലാക്ക് ഇടുമ്പോൾ ആശാൻ്റെ വൈറ്റ്. അങ്ങനെയാണ് പാക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ആയിക്കൊള്ളാം. നെക്ലസ് ഒക്കെ വെച്ച് ലുലു സെലിബ്രേറ്റ് അതൊക്കെ എടുക്കുമ്പോൾ കാണാം. ബ്ലൂ ആഷ്. പിന്നെ 2 കൂളിംഗ് ഗ്ലാസ്. പിന്നെ കുറെ ആക്സസറീസ് മാച്ചിങ്ങിന് കുറെ ക്യൂട്ട് സംഭവങ്ങൾ മാച്ചിങ് ആയിട്ട് നമുക്ക് ഇതേ ഫോട്ടോ എടുക്കാം. അങ്ങനെ കുറെ ക്യൂട്ട് സംഭവങ്ങളൊക്കെ വാങ്ങി മാച്ചിങ് ആയിട്ടൊക്കെ. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ വെക്കുമ്പോൾ കാണാം. ഇത് എന്താ ചെരുപ്പ് വാങ്ങി സെയിം തൊപ്പി.
അവിടെ ഭയങ്കര വെയിലായിരിക്കും എന്നാണ്. അപ്പോൾ തൊപ്പി വാങ്ങി അവർ വാങ്ങി. എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പോയി തന്നെ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇതാണ് ഞാൻ വാങ്ങിയത് പിങ്ക്. പിന്നെ ഇതെല്ലാം എടുത്ത് വെക്കണ്ടേ? പിന്നെന്താ, ഇതാ ഒരു കുട. ഇത് തായ്ലൻഡിൽ നിന്ന് ആനന്ദം വാങ്ങിക്കൊണ്ടാണ്. അപ്പം കുട എടുക്കണമെന്ന് ഗൈഡ് പറഞ്ഞായിരുന്നു. അപ്പോൾ കുട. പിന്നെ ഹെയർ എന്തോ ആഫ്റ്റർ ഷവർ ജെല്ലോ, അത് ഞാൻ ഹെയർ ജെല്ല് വാങ്ങിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആശേട്ടൻ പറഞ്ഞു ആഫ്റ്റർ ഷവർ ജെല്ല് മതിയെന്ന്. അപ്പോൾ അത് ഇപ്പുറത്ത് വെക്കുക. ഈ സാധനങ്ങൾ വെക്കാനാ ഇപ്പുറത്ത്. അത് കിടന്ന് ആടും അവിടെ കിടന്നു തട്ടും. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. തുണിയുടെ ഇടയിലാണ് വെക്കുക. തൊപ്പി. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത്തവണ അവരുടെ പാക്കിംഗ് പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാം സെറ്റാണ്. ചിപ്പിയുടേതും സെറ്റാണ്, വിഷ്ണുവിൻ്റെതും സെറ്റാണ്. ഷൂസ്, 2 പേര് തൊപ്പി, മേക്കപ്പ് ബാഗ് എല്ലാം സെറ്റാണ്. വാച്ച്, കൂളിംഗ് ഗ്ലാസ് അവരും വാങ്ങി. ഞങ്ങൾ ഒരുമിച്ച് പോയി തന്നെ ലെൻസ് സ്റ്റാർട്ടിൽ നിന്ന് 4 കൂളിംഗ് ഗ്ലാസ് വാങ്ങിയത്. അതേപോലെ എല്ലാം സെറ്റാണ്. വാച്ച്, ഹെഡ്ഫോൺ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങളുടെ പാക്കിംഗ് കഴിഞ്ഞിട്ട് അവർ ഡീറ്റാനൊക്കെ ഇട്ടുകൊണ്ട് നടക്കുവാണ്. എനിക്കും ഡീറ്റാൻ ഇടണം. അയ്യേ, എപ്പോഴും തുണിയില്ലാതെ ബ്ലോഗിൽ എന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാത്തത് വെക്കാൻ തന്നെ പോണേ. ഇനിയിപ്പോൾ ആശേൻ്റെ വെക്കാനേ സ്ഥലമുള്ളൂ. അപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ വലിയ പെട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം കൂടി അതിലിരിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ ബ്ലൂ കളർ പെട്ടി ഇതാ സെറ്റാക്കുവാണ്. ബ്ലൂ റെഡ്. ഹായ്, കൊള്ളാലോ, ബ്ലൂ റെഡ്. അപ്പം ആശേട്ടൻ ബ്ലൂ, ഞാൻ റെഡ്. യെസ്, റെഡാണ് എപ്പോഴും ഡേഞ്ചർ അല്ലേ ആശേട്ടാ? റെഡാണ് എപ്പോഴും ഡേഞ്ചർ. അല്ല, ലവാണ്. കുറച്ച് ക്രിഞ്ച് ആയിക്കോട്ടെ, ഹണിമൂണല്ലേ പോകുന്നത്. ആശയം പറയുന്നത് ഞാൻ ഭയങ്കര ക്രിഞ്ചാണെന്നാ. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ആ പെട്ടി തുറന്നപ്പോഴത്തേക്ക് നിക്ക് അതിനകത്ത് കയറി ഇരിക്കുക. വരില്ല നീ അപ്പിട്ടില്ല, ഇറങ്ങുന്നില്ല. പോവാതിരിക്കാൻ വേണ്ടി കയറി ഇരിക്കുന്നതായിരിക്കും. ഹലോ ചിപ്പി, ഇത് കാണിച്ചു. എപ്പോലും അതെ, ഞാൻ പോകുമ്പോ അവള് ഇത് കയറിയിരിക്കും. പറ്റിച്ചേ. നിക്കിനെ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ഞാൻ വരുന്നു, പിന്നെ വരുന്നു. അയ്യോ, തേച്ചു. ഫുള്ള് പാക്ക് ചെയ്ത് സെറ്റ് ആക്കി. ആരെങ്കിലും ഷേവിങ് സെറ്റ് എടുത്ത് കുളിക്കാൻ പോയപ്പോൾ ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു. ഷേവിങ് സെറ്റ് എടുത്തൊന്ന് ത്രെഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. കുറച്ച് ത്രെഡ് ചെയ്തിട്ട് ഒരാഴ്ചയോളം, അപ്പോൾ വീണ്ടും ത്രെഡ് ചെയ്തില്ല. അങ്ങനെ ട്രൈ ചെയ്തതാ. ഇന്ന് കഴിക്കാനുള്ളതൊക്കെ ആശയുടെ സെറ്റായി നിൽക്കുക, ബാഗ് നോക്കി നിൽക്കുക. ആശയുടെ എവിടെ പോകുന്നു? ഇതെല്ലാം ഇന്നത്തേക്കുള്ളതാണ്. ഇത് ഞങ്ങൾ കൊണ്ടുപോകാനുള്ളത്. ഓക്കെ, ഫുഡ് ഐറ്റംസ് അത് മെയിനാണല്ലോ. പിന്നെ അതാ ഡ്രസ്സ്, പിന്നെ ക്യാമറ, വ്ളോഗും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. ഇത് ഇന്നത്തേക്കുള്ളതാണ്. ഓക്കെ, സെറ്റ്. കൈ കാണിക്കും. ഓക്കെ, അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഹണിമൂൺ ഡേയിൽ അവരും റെഡിയായി സെറ്റായി ഇറങ്ങാണ്. അവരാണ് ഫസ്റ്റ് ഇറങ്ങിയത് കേട്ടോ, ഞങ്ങളല്ല. ഞങ്ങൾ നല്ല ലേറ്റ് ആയിരുന്നു. ഓക്കെ, ആശയണ്ണനാണ് നേരെ ഉള്ളത്, എനിക്കില്ല. ധാരാണ്ട് പേര് റെഡിയായി ഇറങ്ങി പറഞ്ഞു. വണ്ടി വന്നു. ഞങ്ങൾ ഊബറിലാണ് അങ്ങോട്ട് പോകുന്നത്, എയർപോർട്ട്. എനിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറ, എനിക്ക് എല്ലാം പറ, എല്ലാം പറയാനുണ്ടോ? നിക്കിക്ക് മനസ്സിലായി ഞങ്ങൾ എങ്ങോട്ടോ പോവുകയാണെന്ന്. അതുകൊണ്ട് ഭയങ്കര ബഹളവും ഓടി നടക്കുക. ഞങ്ങളുടെ പിറകിൽ നിന്ന് ഓടി ആദ്യമേ ഇറങ്ങാനായിട്ട് നിൽക്കുക, ഒട്ടും പോകാൻ സമ്മതിക്കുന്നില്ല.
വിഷ്ണു എപ്പോഴും പോകുമ്പോഴും ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നിക്കിനെ ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങുക. ഓ നിക്കിയുടെ കൊരയാണ് കേൾക്കുന്നത്. പാവല്ലേ, ഒന്ന് കണ്ടിട്ട് വരട്ടെ. നിക്കിയുടെ കരച്ചിലാണ്. നിക്കി ബാ, നിക്കി ഭയങ്കര കരച്ചിലാണ് നമ്മൾ പോണോണ്ട്. അത്ര പാവമാണ്. ഓ പോയിട്ട് വരാം, ടാറ്റാ ബൈ ബൈ. നോക്കി നിൽക്കുകയാണ്. നിക്കിക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പോഴാണ് എനിക്ക് പെറ്റ്സിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ അടുത്തിടപ്പോയി കിട്ടില്ല. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളിതാ പോവുകയാണ്. വിഷ്ണുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു, യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതാ പോവാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം നോക്കിയത് വേറൊരു ട്രാവൽസാണ്. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പോകുന്നൊരു ടൂറിസം ആൻഡ് ട്രാവൽസാണ്. അപ്പോൾ അത് എനിക്ക് കുറച്ചും കൂടെ റേറ്റും കാര്യങ്ങളും പ്ലേസസും എല്ലാം ബെറ്ററായിട്ട് തോന്നി. ഓക്കെ, അപ്പം ഞങ്ങളിതാ എമിഗ്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോസൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. അത് കൊള്ളാലോ. നമുക്ക് ചെക്കിംഗ് ഒക്കെ വേഗം കഴിഞ്ഞു. ഞാനും ചിപ്പിയും വിഷ്ണുവും ഫ്രീ ആണ്. ആശേട്ടൻ അവിടെ ചെക്കിങ്ങിന് നിൽക്കുന്നതേ ഉള്ളൂ. കാരണം ക്യാമറ എല്ലാ സാധനങ്ങളും പറക്കി വെക്കണം. അപ്പം നല്ല താമസിക്കും. ഞങ്ങളെല്ലാം കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ വീഡിയോ കോളൊക്കെ ചെയ്ത് കഴിക്കാൻ ഞങ്ങൾ ഓരോരുത്തരായിട്ട് വിളിച്ച് പറയണം. ആശേൻ്റെ അമ്മേനെ ഓൾറെഡി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരെയും ഓരോരുത്തരായിട്ട് ആശേനും കൂടെ വന്നിട്ട് എല്ലാവരെയും വിളിച്ച് പറയണം ഞങ്ങളിങ്ങനെ പോവുകയാണെന്ന്. ആശേനെ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഫുൾ നിൽക്കുന്നത്. ഒരു സെറ്റായിരിക്കാണ്. കുഞ്ഞച്ചാമ്മേനൊക്കെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആശേട്ടൻ മാത്രം കാണാം. അവിടെ ചെക്കിങ് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ആശേട്ടൻ്റെ ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോവാണ്. എന്താ ഇത്ര അത് തന്നെ, ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് కొంచెం ലേറ്റ് ആയത്. പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇനി പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. അതോട് കളഞ്ഞല്ലേ, കളയാനല്ല, ഇത് യൂസ് ഉണ്ടോ? ആ ബാഗിടാം. ഓക്കെ, ഞങ്ങളപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറയട്ടെ, 13 ഡ്രസ്സ് ചേച്ചി 13 ഡ്രസ്സ് ആശേട്ടൻ എടുത്ത്, ഞാൻ 6 എണ്ണം. ഈ 13 ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പഴയതും കൂട്ടിയിട്ടല്ലേ? പഴയതാ? ഏത് പഴയത്? എല്ലാം പുതിയത്. അത് 2 എണ്ണം, ബാക്കി 11 എണ്ണോ? ഇവിടെ ഞാൻ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ചെറുതൊന്നും വേണ്ടെന്ന്. ഇപ്പൊ പറഞ്ഞിരുന്ന അവസാനം അവക്കൊന്നും എടുത്തതുമില്ല. അതവളെ നമുക്കിനിയും 1.25 മണിക്കൂറോളം ഉണ്ട്. ഞങ്ങളിങ്ങനെ തേരാപാര എല്ലാ കടകളിലൊക്കെ കയറി ഇങ്ങനെ നടക്കുക. നോക്കട്ടെ.
ടോബ്ലറാണോ? വേണ്ട. അവിടെ നമ്മള് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ ഓരോ ഔട്ട്ഫിറ്റ്സിൻ്റെ ഞാനും ആശേട്ടനും ഒരു തീം, വിഷ്ണുവും ചിപ്പിയും ഒരു തീം, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ ഇനി വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഇനി കുറേ നേരം ചുമ്മാ ഇരിക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, എന്തൊക്കെയോ ചളി പറഞ്ഞ് ചിരിക്കുന്നു. ഇതാണ് ആശേൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ. സ്വന്തമായിട്ട് ചളി പറയാ, സ്വന്തമായിട്ട് ചിരിക്കുക. ഇനി കുറച്ചു നേരം ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ഒക്കെ വരാം. പെൺപിള്ളേരെ വായി നോക്ക്. അപ്പൊ ഞങ്ങളിതാ 11:10 ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അയ്യോ, എന്തോ പറയാമെന്നല്ല. നാട്ടിൽ 2 പുതിയ മൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഞാന് ഫ്രണ്ടിൽ നിന്ന് അയ്യോ, ഞാൻ പറഞ്ഞു ആശേണ്ണല്ലേ പറഞ്ഞത് എന്റെ ഫോണിന്റെ പാസ്വേഡ് തന്നെ ചെല്ലാൻ മതി. എന്നിട്ട് ഞാൻ ടോക്സിക്കാണ് ഇവിടെയല്ലേ കിടക്കുന്നത്. ഫ്ലൈറ്റ് ഒക്കെ കിടക്കുന്നു. ഫയർഫോഴ്സ് ഓ പിന്നെ എന്നാ എപ്പോഴും അത് ക്യാൻസൽ ചെയ്തു. ഫ്ലൈറ്റ് നമ്മുടെ അതാണോ? ഇവരെന്നെ പറ്റിക്കുക. വിഷ്ണു ആശയോട്ടും കൂടെ ചേർന്ന് പറ്റിക്കപ്പെടും. അവരപ്പുറത്തെ സീറ്റിലാണ്, അവർ രണ്ടുപേരും അപ്പുറത്തെ സീറ്റിൽ, ഞങ്ങൾ ഇപ്പുറത്തെ സീറ്റിലാണ്. ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് എനിക്ക് ചിട്ടിക്ക് വിൻഡോ സീറ്റ് പോയിരിക്കുന്നവർ. ഞങ്ങളിപ്പുറത്ത്, അവരപ്പുറത്ത്. അങ്ങനെ ഞങ്ങൾ പെടലികളായിരിക്കുന്നു ഗൈസ്. ഇത് അവിടെ പെടലി, ഇത് ആശിഷ് പെടലി. ചേട്ടൻ. ഓക്കെ, അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ ടൈമായി. അപ്പം കാണാൻ നല്ല രസമുണ്ട്. ഫുൾ ലൈറ്റ്സ് മാത്രമേ കാണാവുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. യെസ്, അങ്ങനെ ഒരുപാട് സമയത്തെ ഉറക്കത്തിന് ശേഷം ലാൻഡ് ചെയ്യാൻ സമയമായപ്പോഴാണ് ഞങ്ങൾ ഉണർന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ടോയ്ലറ്റ്സിലൊക്കെ ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷ് ആകുമ്പോൾ മാത്രമേ ഞങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നത്. എന്നുവെച്ചാൽ ഫ്രഷ് ആവാൻ ഞങ്ങൾക്ക് ഹോട്ടൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം 3 hours അവിടെയാണ്. അപ്പോൾ അന്നേരം പോകാമെന്ന് വിചാരിച്ചു. ടിഷ്യൂ പേപ്പറും ഉറങ്ങിയിട്ടുള്ളൂ.
ദോ വരുന്നുണ്ട് എന്റേതും എന്തോ രണ്ടെണ്ണം വരുന്നുണ്ട്. എന്റേത് മാത്രമേ നമ്മുടെ എല്ലാ പെട്ടികളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ റുപ്പീസ് മാറ്റി ഞങ്ങൾ തായ് ബാത്ത് അല്ലേ ആക്കിയിരിക്കുകയാണ്. ഒരാളെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇത്ര മതിയാവോ എന്നുള്ള ടെൻഷനിലാണ് ഞങ്ങളിപ്പോൾ. ഇനി നമ്മളെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡ് ഇങ്ങനെ ബോർഡൊക്കെ പിടിച്ച് നിൽക്കുമെന്നാണ് ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞത്. യെസ്, കണ്ടുമുട്ടിയിരിക്കും. ഞങ്ങളോട് വന്നത് ഹൈദറാണ്, സാറ ട്രാവൽസിൻ്റെ പാർട്ടായിട്ട്. ടയാണ് ഞങ്ങളുടെ തായ്ലൻഡ് ഗൈഡ്. ഞാൻ നേരത്തെ ഹൈദറിൻ്റെ ചേട്ടനെന്നാണ് പറഞ്ഞത്, പിന്നീട് മനസ്സിലായി എന്നെക്കാട്ടിലും ഇളയതാണ്. നമ്മൾ ഇന്ന് ടൈഗർ പാർക്കിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ റൂമിലെത്തുന്ന വരെ ഈ വ്ളോഗ് ഇടാം. അത് കഴിഞ്ഞ് ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഇൻ തായ്ലൻഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നോക്കിടാം. സ്ഥലം ഒന്ന് കാണിച്ചോളൂ. സ്ഥലം കാണിച്ച് ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ആ കാണുന്ന ബസ് കണ്ടോ, ആ ബസ്സിലാണ് ഇനി നമ്മൾ 4 days എൻജോയ് ചെയ്യാനും ട്രാവൽ ചെയ്യാനും ഒക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി നോക്കട്ടെ. ആ ചേട്ടൻ ബാഗ് ഒക്കെ വെക്കാനായിട്ട് അവിടെ വെളിയിൽ നിൽക്കുകയാണ്. ലഗേജൊക്കെ ബസ്സിലാക്കിയിട്ട് വരും. ഞങ്ങൾ സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടി വന്നു. ആ ചേട്ടാ, അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിന്നെ ഹോട്ടലിൽ ഫ്രഷ് ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുറച്ച് ടൈം ട്രാവലുണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ടൈഗർ പാർക്കിലോട്ട് പോകും. അപ്പോൾ എന്തായാലും ബസ്സിൽ ഞങ്ങളെല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. ഇത്രയും പേര് തന്നെയാണ് ഞങ്ങൾ ഈ ബസ്സിലുള്ള ഒരു 32 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പേര് തന്നെയാണ് ഈ കംപ്ലീറ്റ് ഫുൾ ജേർണിയിൽ ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഷപ്പ് ആവാനുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അല്ല ഇന്ന് സ്റ്റേ, ഇവിടെ ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങും. അവർ ഫോട്ടോ, ഞങ്ങൾ ഫോട്ടോ. നിങ്ങളുടെ എത്രയടി നമ്പർ? ഗൈസ്, ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് എന്നെയും ചിപ്പിനെയാണ് ഒരു റൂമിലിട്ടേക്കുന്നത്. ആശിന്റെയും വിഷ്ണുവിൻ്റെ ഒരു റൂമിൽ. അയ്യോ, ഇത് ഞങ്ങളുടെ അവർ കയറി, ഞങ്ങൾ കയറാൻ പോകുന്നു. എൻ്റെ ബാഗും കൂടെ എടുക്കുമോ? ഇതെന്താ 2 ബെഡ്? ജസ്റ്റ് ഫ്രഷപ്പ് അല്ലേ, അതുകൊണ്ടായിരിക്കും. ആദ്യം നോക്കേണ്ടത് ടോയ്ലറ്റിൽ വെള്ളമുണ്ടോ. ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം അല്ലേ? അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോകുന്നത് തൊട്ട് ക്യാമറയിൽ നെക്സ്റ്റ്. അയ്യോ, എല്ലാം പോയി. ക്യാമറയിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാച്ചാ.